ഒടുവിൽ പ്രഖ്യാപനം വന്നു. 11 ദിവസത്തെ നിരന്തര ചർച്ചകൾക്ക് ശേഷം വിവിധ വിഭാഗം ആളുകളുമായി ഹൈക്കമാൻഡ് നടത്തിയ ചർച്ച, പ്രത്യേകിച്ച് കോൺഗ്രസിലെ ഘടകകക്ഷി നേതാക്കൾ, മുൻ KPCC പ്രസിഡന്റുമാർ എന്നുവേണ്ട പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാവരുമായും വിവിധ തലത്തിൽ നടന്ന ചർച്ചയ്ക്ക് ഒടുവിൽ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമെന്ന് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചു. ഇന്നലെ വൈകുന്നേരം പ്രഖ്യാപിക്കും എന്ന് കരുതിയതാണ്. പക്ഷേ വീണ്ടും ചർച്ച നീണ്ടു. അപ്പോൾ KC വേണുഗോപാൽ വീണ്ടും മുഖ്യമന്ത്രിയായി വരികയാണ് എന്ന ചർച്ചകൾ നടന്നു. അപ്പോഴാണ് മുസ്ലിം ലീഗ് ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇന്ന് 2 മണിക്ക് വിളിച്ചു ചേർത്ത UDF യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന്. UDF യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചത് പ്രധാനപ്പെട്ട ഒരു സമ്മർദ്ദ തന്ത്രമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം, പാണക്കാട് യോഗം ചേർന്നതിന് ശേഷം മാത്രമേ എന്താണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് എന്ന് പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ അറിയിച്ചത്. അത് ഒരു സമ്മർദ്ദ തന്ത്രമായിരുന്നു. അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം, VD സതീശൻ മുസ്ലിം ലീഗിൻ്റെ മുഖ്യമന്ത്രിയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖ്യമന്ത്രിയാണ്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുമാണ് VD സതീശനു വേണ്ടി രംഗത്തിറങ്ങിയത്. ആരൊക്കെ KC വേണുഗോപാലിന് വേണ്ടി രംഗത്തിറങ്ങുന്നോ അവർക്കെതിരെ ഭീകരമായ സൈബർ ആക്രമണം നടന്നതും നാം കണ്ടതാണ്. KC വേണുഗോപാലിനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ ശ്രമം നടന്നത് നാം കണ്ടതാണ്. അക്കാര്യം ടെലിവിഷൻ ചർച്ചയിൽ വിളിച്ചു പറഞ്ഞത് കോൺഗ്രസ് നേതാവായ VR അനൂപാണ്. VR അനൂപ് പരസ്യമായി പറഞ്ഞു. അതോടൊപ്പം നിരവധി നേതാക്കൾ രഹസ്യമായും പറയുന്നുണ്ടായിരുന്നു. KC വേണുഗോപാലിനോടൊപ്പം നിന്നവരെ മുഴുവൻ സംഘികളാക്കാൻ, സംഘപരിവാർ അനുകൂലികളാക്കാൻ ശ്രമം കേരളത്തിൽ ഭീകരമായി നടന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആരൊക്കെയാണ്? മാത്യു കുഴൽനാടൻ, KC വേണുഗോപാൽ, ഇനിയിപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് അനുകൂലമായി പ്രസ്താവനയുമായി രംഗത്ത് വന്നിരുന്നു. സ്വാഭാവികമായും അടുത്ത സൈബർ ആക്രമണം നടക്കുക തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എതിരെയായിരിക്കും. എന്തിനേറെ പറയുന്നു, മുസ്ലിം ലീഗിൻ്റെ മാനസപുത്രനായിരുന്ന, ജമാഅത്തെ ഇസ്ലാമിയുടെ മാനസപുത്രനായിരുന്ന ഷാഫി പറമ്പിൽ പോലും ഇപ്പോൾ മുസ്ലിം വിരുദ്ധനായി മാറിയിട്ടുണ്ട് എന്നർത്ഥം. എന്ന് വെച്ചാൽ KC വേണുഗോപാലിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്ന നേതാക്കളെ റോഡിൽ തടയുക, പ്രതിഷേധിക്കുക, അവരെ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുക എന്ന രീതി കേരളത്തിൽ അരങ്ങേറിയിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇപ്പോഴിതാ എല്ലാം മാറ്റിവെച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി VD സതീശൻ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി എന്ന നിലയിൽ വലിയ വെല്ലുവിളികൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ആ വെല്ലുവിളികൾ അദ്ദേഹം അതിജീവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് VD സതീശൻ മുഖ്യമന്ത്രിയായി വരുന്നതാണ് ഇടതുപക്ഷത്തിന് ഏറ്റവും നല്ലത്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, അദ്ദേഹം അല്ലെങ്കിൽ കോൺഗ്രസ് UDF ജനങ്ങൾക്ക് മുന്നിൽ വെച്ച വാഗ്ദാനങ്ങളുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടിയുണ്ട്. അതൊക്കെ നടപ്പാക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ആളായിരുന്നു പ്രതിപക്ഷ നേതാവായ VD സതീശൻ. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയില്ല എങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് പോലും വരാൻ സാധ്യതയില്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ വാഗ്ദാനങ്ങളെല്ലാം നടപ്പാക്കേണ്ട ഉത്തരവാദിത്വം UDFൻ്റെ മുഖ്യമന്ത്രിയായി വരുന്ന KC വേണുഗോപാലിനോ അതല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ ആണ്. അദ്ദേഹം പറയും എന്ന് വെച്ചാൽ VD സതീശൻ പറയും, ഞാനില്ലല്ലോ, ഞാൻ ഭരണത്തിലില്ലല്ലോ, എനിക്കൊന്നും അറിയില്ല, അവരോട് ചോദിക്കൂ എന്ന് പറയും. അങ്ങനെ 5 വർഷം UDFനകത്തെ പ്രതിപക്ഷ നേതാവായി നിൽക്കും VD സതീശൻ. ഏറ്റവും ഒടുവിൽ VD സതീശൻ 5 വർഷത്തിന് ശേഷം വീണ്ടും രംഗത്ത് വരും. താരമാക്കാൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും രംഗത്തുണ്ടാകുകയും ചെയ്യും. അങ്ങനെ വീണ്ടും VD സതീശൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലേക്കുള്ള തിരിച്ചുവരവ് ചിലപ്പോൾ നടന്നേക്കാം. അത് LDFന് വലിയ നഷ്ടമുണ്ടാക്കും. VD സതീശൻ മുഖ്യമന്ത്രിയായതോടുകൂടി 5 വർഷം കൊണ്ട് VD സതീശൻ കത്തിത്തീരും. എന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞതൊക്കെ നടപ്പാക്കാൻ കഴിയാത്ത ഒരു നേതാവായി, മുഖ്യമന്ത്രിയായി അദ്ദേഹം മാറും. കാരണം കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർന്നു വരും. കോൺഗ്രസിനകത്ത് തന്നെ പ്രതിപക്ഷ നേതാക്കൾ 1 അല്ല 2 പേർ ഉണ്ടാകും എന്നുകൂടി ഓർക്കണം. എന്തായാലും സുഗമമായിരിക്കില്ല VD സതീശൻ്റെ വഴി എന്ന കാര്യത്തിൽ തർക്കമേയില്ല. അത് പല വിധത്തിലാണ്. മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം ഒരു ഭാഗത്ത്, പ്രതിപക്ഷമായ LDFൻ്റെ ഇടപെടൽ മറ്റൊരു ഭാഗത്ത്. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് UDFനെ നേരായ വഴിക്ക് നയിക്കാൻ കഴിയുമോ VD സതീശന് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതോടൊപ്പം കോൺഗ്രസിൽ നിന്ന് ഉയർന്ന ഭൂരിപക്ഷം MLAമാർ VD സതീശനെതിരെ, ഭൂരിപക്ഷം നേതാക്കൾ VD സതീശന് എതിരെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം അതിജീവിച്ച് മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ കൊണ്ട് മാത്രം എത്ര കാലം VD സതീശന് മുന്നോട്ട് പോകാൻ കഴിയും? വലിയ ചോദ്യമാണ് അദ്ദേഹത്തിന് മുന്നിൽ നിൽക്കുന്നത്.